ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ സുനിത റൂബി. തിരുവനന്തപുരത്താണ് താമസം. ഞാനായിരിക്കുന്നത് CCR സഭയിലാണ്. CCR എന്ന് പറയുമ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് കാർമലൈറ്റ് റിലീജിയസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒത്തിരി കാർമലൈറ്റ്സ് ഉണ്ട്. CCR, AC, CTC അതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന കോൺഗ്രിഗേഷൻസാണ്. അപ്പോൾ ഞാൻ CCR എന്ന സഭയിലെ അംഗമാണ്. അപ്പോൾ നിലവിൽ കുഞ്ഞായിട്ടുള്ള കൊച്ചു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും സഭ ആഗ്രഹിക്കുന്നത് ഒരു റിസർച്ച് മെൻ്റൽ ഹെൽത്തിൽ ചെയ്യുവാണ്. കേരള യൂണിവേഴ്സിറ്റിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും എൻ്റെ പ്രൊഫഷൻ കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ സ്കൂളുകളിലും കോളേജിലും രൂപതയുമായി ബന്ധപ്പെട്ടൊക്കെ കൗൺസിലിംഗ് സർവീസ് കൊടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തന്നെ അച്ഛന്മാരുടെയും സിസ്റ്റർമാരും ഒക്കെ ചേർന്ന് ഞങ്ങൾക്ക് ഒരു സംഘടനയുണ്ട്, ഓർഗനൈസേഷൻ. അത് CRI എന്ന് പറയും. അതിൻ്റെ സെക്രട്ടറിയാണ്. ജീസസ് യൂത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, പ്രധാനമായിട്ട് ഞാൻ ആനിമേറ്ററാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ. അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് പോകുന്നു. തിരുവനന്തപുരത്താണ് ഇപ്പം താമസിക്കുന്നത്. മരിയൻ വില്ല കോൺവെൻ്റാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ദൈവവിളി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. ഒരു സിനിമ കണ്ടപ്പോഴാണ് ദൈവവിളി കിട്ടാനുള്ള ഒരു പ്രചോദനമായത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പപ്പയൊക്കെ ആ മതത്തിൻ്റെ ഭയങ്കര അറ്റുനിന്ന് നമ്മൾ പായസവും പൂജാകർമ്മങ്ങളൊക്കെ ഒരു വിധത്തിൽ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ വെളിച്ചപ്പാടിനൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ സിനിമയിൽ. അപ്പോൾ അങ്ങനത്തെ സംഭവം ഇല്ലെങ്കിലും കുടുംബത്തിലൊരു പ്രശ്നം വന്ന് വലിയച്ഛനിങ്ങനെ ഇച്ചിരി തുള്ളുന്നൊക്കെ ഒരു പരിപാടിയുള്ള ആളായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം, പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കൃഷിക്കാരൻ്റെ പുത്രിയാണ്. അതായത് പപ്പയ്ക്ക് കൃഷിപ്പണിയാണ്. നെയ്യാറ്റിൻകരയാണ് സ്വദേശം, ഒരു കുഞ്ഞ് ഗ്രാമത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വാഴക്കുല കട്ടെടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ നെൽകൃഷിക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഫലം ഉണ്ടായില്ല, അല്ലെങ്കിൽ കുടുംബ പ്രശ്നം രോഗങ്ങളൊക്കെ വരുമ്പോൾ വലിയച്ഛന് ചെറുതായിട്ട് അടുത്തുള്ള ദേവി അല്ലെങ്കിൽ നമ്മുടെ പൂർവിക അപ്പച്ചനും അമ്മാമ്മയൊക്കെ പ്രത്യക്ഷപ്പെട്ട് വരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. പക്ഷേ വേറെ നമ്മളിപ്പോൾ സിനിമയിലോ പുറത്തൊക്കെ കാണില്ലേ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, പൂക്കളൊക്കെ വെച്ച് ചെയ്യുന്ന അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമ്മൾ വീട്ടിലെ തന്നെ പൗഡർ, ജോൺസണോ കുട്ടിക്കുറ പൗഡർ വലിയച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നു, പുള്ളിക്കാരൻ നമ്മുടെ തലയിൽ ഇട്ട് അനുഗ്രഹിക്കുന്നു. അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ രണ്ട് മതം, പപ്പയും അമ്മയും. പിന്നെ ക്രമേണ ഒരു 10ാം ക്ലാസ്സിലാവുമ്പോൾ, 9ാം ക്ലാസ്സിലാവുമ്പോഴാണ് പോട്ടയിൽ നിന്നൊരു ധ്യാനം വരുന്നത്. അപ്പോൾ കുറച്ച് ഇൻസ്പിറേഷനായി. ഇതൊക്കെ കൊള്ളാം, പാട്ടും കയ്യടി സ്തുതിപ്പും പിന്നെ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ ഈ കുപ്പായൊക്കെ ഇട്ട് നിൽക്കണം കാണാൻ ഭയങ്കര ഒരു ആകർഷണം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സിസ്റ്ററാണോന്ന് അങ്ങനെ തോന്നിയില്ല. പിന്നെ എൻ്റെ പപ്പയാണെങ്കിലും നമ്മൾ കൃഷിക്കാരാണെങ്കിലും പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ, ചേച്ചിയും ഞാനും. അപ്പോൾ ഞങ്ങൾ പഠിക്കണം, മിടുക്കരാവണം. അപ്പോൾ പപ്പര് ശരിക്കും പറഞ്ഞാൽ നേടുന്ന സമ്പത്തിൻ്റെ പകുതിയിലധികം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയാണ് പപ്പ മുടക്കിയിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ അതുകൊണ്ട് ട്യൂഷനൊക്കെ വിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് പപ്പര് ഈ ആഗ്രഹം കൊണ്ടും ഈ സ്വപ്നങ്ങൾ വളർത്തി തന്നത് കൊണ്ടും പഠിത്തത്തിലൊക്കെ അത്യാവശ്യം പുത്തിയിരുന്നൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങണ കൂട്ടത്തില്ല. അങ്ങനെ 10 കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ അധികം കിട്ടിയവരെ നമ്മുടെ ട്രിവാൻഡ്രം വെള്ളയമ്പലത്തെ ഒരു ക്യാമ്പിന് കൊണ്ടുവരും, ഒരു 3 ദിവസ ക്യാമ്പ്. അപ്പോൾ ആ ക്യാമ്പിലാണ് ശരിക്കും അന്ന് രാത്രി അവർ ഒരു സിനിമ കാണിച്ചെന്നു. ആ സിനിമ കണ്ടപ്പോൾ ശരി അതുപോലെ നമുക്കും ആകണം. സിനിമ ഡോൺ ബോസ്കോയുടെ കഥ അറിയായിരിക്കുമല്ലോ, വിശുദ്ധ ഡോൺ ബോസ്കോ. പുള്ളിക്കാരൻ യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി പ്രവർത്തിച്ച് സാധാരണക്കാരായ പിള്ളേരെ, ആരോരുമില്ലാത്തവരൊക്കെ പരിശീലനം കൊടുത്ത് കളിപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ റേഞ്ച് മാറ്റിയ ഒരു വിശുദ്ധനാണ്. അപ്പോൾ അതുപോലെ ആകണം എന്നുള്ളൊരു ചിന്ത കുട്ടിക്കാലത്ത്, ഇത്ര വലിയ സ്വപ്നമില്ലെങ്കിൽ കുഞ്ഞായിട്ട് പാവങ്ങളെ സഹായിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് ഭയങ്കര വലിയ ആഗ്രഹം. പിന്നെ അതിൻ്റെ കൂടെ ഈശോ. അപ്പോൾ ഇനി പപ്പയിലേക്ക് പോകുമ്പോൾ പപ്പയ്ക്ക് ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാ ദൈവവും ഒന്നാണ്, കുഴപ്പമില്ല, പള്ളിയിൽ പോയാലും കുഴപ്പമില്ല, ക്ഷേത്രത്തിൽ പോയാലും കുഴപ്പമില്ല, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോട്ടയിലെ ധ്യാനം വരുന്നത്. അപ്പോൾ ആ ധ്യാനത്തിൽ പപ്പയെ ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ പപ്പയ്ക്ക് അവിടെ ഒരു ഭയങ്കര ഒരു മാറ്റം ഉണ്ടായി. എന്ന് വെച്ചാൽ ഈശോ തൊട്ട ഒരു അനുഭവം.
അത് കഴിഞ്ഞിട്ട് പപ്പ റെഗുലറായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ ഈ മതത്തെ ചൊല്ലിയുള്ള വിശ്വാസത്തെ ചൊല്ലിയുള്ള തർക്കമൊന്നുമില്ല. അപ്പം എന്നെ ആദ്യം എണീറ്റ് പള്ളിയിൽ പോയി ഭയങ്കര റോൾ മോഡലാകാൻ തുടങ്ങി. അങ്ങനെ അപ്പം പക്ഷേ എങ്കിലും നമുക്ക് ആ സിനിമ കണ്ട ഒരു ആഗ്രഹം വന്നെങ്കിലും വീട്ടിൽ പറയാനും പിന്നെ കുടുംബക്കാരൊക്കെ വീണ്ടും പഴയ വിശ്വാസമൊക്കെ ആണല്ലോ, അവർക്ക് അത്രമാത്രം ദഹിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നമ്മൾ പിന്നെ കോളേജിൽ ചേർന്നു, പഠിച്ചു. വീണ്ടും കോളേജിലെ പഠനം കഴിഞ്ഞ് പ്രീ ഡിഗ്രിയാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് റിസൾട്ട് ഔട്ടായതിന് ശേഷം വീണ്ടും ഭയങ്കര ആവേശം. ഞാനിപ്പോൾ ആയിരിക്കുന്ന കോൺഗ്രിഗേഷനിലെ സിസ്റ്ററിനെ കണ്ടു. ആ സിസ്റ്ററിൻ്റെ പുഞ്ചിരി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ആ സിസ്റ്ററിൻ്റെ സംസാരം, നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന രീതി, അതൊക്കെ കണ്ടപ്പോൾ ഈ സഭയോട് കുറച്ചുകൂടി ആകർഷണം തോന്നി. അങ്ങനെ സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനകൾ പഠിക്കുന്നതും ജപമാലയൊക്കെ കൃത്യമായിട്ട്, നമുക്ക് രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ടൊക്കെ പഠിച്ച് ആ ലൈഫ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. പിന്നെ ഈ ജീവിതത്തിൻ്റെ ഭാഗമായി ഉടുപ്പിട്ട് കിട്ടുന്നത് വരെ നമ്മുടെ കുടുംബക്കാരോടും പറഞ്ഞില്ല. കാരണം നമ്മൾ അതിൽ നിലനിൽക്കുമോ വീട്ടിൽ വരുമോ എന്നുള്ള കൺഫ്യൂഷൻ പപ്പയ്ക്കും അമ്മയ്ക്കും പ്രത്യേകിച്ച്. അങ്ങനെ അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ ക്രമേണ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിഞ്ഞ് ഞാൻ പഠിക്കാനല്ല പോയത്, ഞാൻ ഗവൺമെൻറ്റിലാണ് ചേർന്നതെന്ന്. പക്ഷേ ഉടുപ്പ് കിട്ടിയ ശേഷം പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര അഭിമാനമായിരുന്നു, കൊണ്ട് നടക്കുമായിരുന്നു അവധി കിട്ടുമ്പോൾ വീടുകളിലൊക്കെ. അപ്പോൾ അതാണ് ഒരു ദൈവത്തിൻ്റെ ഒരു തൊടൽ. ഗവൺമെൻറ് ജീവിതം ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാറ്റം, ഒരു ട്രാൻസിഷൻ എന്നൊക്കെ പറയില്ലയോ, ഒരു വീട്ടിലെ ഒരു സ്റ്റൈല് പിന്നെ ഗവൺമെൻറ് വരുമ്പോൾ വേറൊരു സ്റ്റൈൽ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ടൈം ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ 5:30 എണീക്കണം, പിന്നെ നമ്മൾ റെഡി ആവണം, പിന്നെ കുർബാന, പിന്നെ മെഡിറ്റേഷൻ, പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം, പിന്നെ ക്ലാസ്, അങ്ങനെയൊക്കെ ഒരു ചിട്ടയുണ്ട്. വീട്ടിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. ഭക്ഷണമൊക്കെ രാവിലെ 7:30 അല്ല കഴിക്കുന്നത്, നമുക്ക് 9 മണിയൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളുണ്ട്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ കൂടെ ബാച്ചിൽ ചേർന്ന് എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ, പിന്നെ നമ്മൾ മ്യൂസിക് പഠിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, സെഷൻസ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അങ്ങനെ പല കാര്യങ്ങൾ, ഇംഗ്ലീഷ്, ഇങ്ങനെയൊക്കെ ഒരു മിക്സ്ഡ് ടൈം ടേബിളൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര വീട് മിസ്സിങ് ഒന്നും തോന്നിയില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. കൂടെയുള്ള എൻ്റെ കൂടെ ചേർന്ന് ചിലവരൊക്കെ ഇരുന്ന് ഹോം സിക്കൊക്കെ അടിച്ചിരുന്ന് കരയൊക്കെ ചെയ്യും. പക്ഷെ അത് ഒരാഴ്ചയും 1-2 ആഴ്ച അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരിയാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയങ്കര വീട്ടിൽ പോകണം, അമ്മയെ കാണണം, ഭയങ്കര മിസ്സിങ് ഫീലിംഗ് ഉണ്ടായില്ല. ഞാൻ വേഗം അഡാപ്റ്റഡ് ആയി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലായിരുന്നപ്പോഴും എങ്ങനെയൊക്കെ ചെയ്യും, പഠിക്കുമായിരുന്നു. ഇവിടെയും പഠിക്കണം, പിന്നെ അവിടെയും പാട്ടും ഡാൻസും ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് പുറത്തു നിന്നുള്ള സാറുമാരോ അല്ലെ ടീച്ചേഴ്സ് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വർഷമാകുമ്പോൾ നമുക്ക് കട്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിളൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കളിക്കാം. ഈവനിങ്ങിൽ ഫുട്ബോളുണ്ട്, പിന്നെ കാർഡുണ്ട്, അങ്ങനെ പലതരം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, പ്രാർത്ഥനയും ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പുതിയ കാര്യങ്ങൾ കാണുന്നു, പഠിക്കുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ചെയ്യുമ്പോൾ സിസ്റ്റർമാർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അവരൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ കൊള്ളാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അവർക്ക് വേണം, എനിക്കും അങ്ങ് ആകണം, ഉടുപ്പ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഒരു ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം വേണം. അപ്പോൾ എൻ്റെ സഭയിലും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണ്. അപ്പോൾ ശരിക്കും ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നതാണ്. എങ്കിലും തുടർന്ന് ഉടുപ്പൊക്കെ കിട്ടി സിസ്റ്റർ ആയതിനു ശേഷം അവർ ഹയർ സ്റ്റഡീസിന് വിട്ടു. അവർ BSW പഠിപ്പിച്ചു, MSW പഠിപ്പിച്ചു. ഇപ്പോൾ റിസർച്ച് മെൻ്റൽ ഹെൽത്തിൽ എടുക്കാൻ വേണ്ടി സമയവും സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നു. പിന്നെ ഇതുപോലെ കുഞ്ഞു ഐഡിയാസും ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനുമുള്ള സാധ്യതകൾ ഒരുക്കി തരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് വളരണം, കാലഘട്ടത്തിൻ്റെ അഭിഷേകം വേണം, ക്വാളിറ്റി ഉണ്ടെങ്കിലേ ക്വാളിറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ്. നമ്മളെ ചിന്തകളും ബുദ്ധിയും കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ പൾസും ഒക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഹയർ സ്റ്റഡീസിന് വിട്ടു.
അപ്പോൾ ഈ സമയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്ന ഒരു സർക്കാർ ബാക്ക്ഗ്രൗണ്ടിലാണ്. മലയാളം മീഡിയം പഠിച്ചു വരുന്ന എനിക്ക്, പിന്നെ ഇംഗ്ലീഷ്. അപ്പോൾ കോൺഗ്രിഗേഷനെല്ലാം നല്ല ഹയറായിട്ടുള്ള നല്ല ജിൽജില്ലായിട്ടുള്ള കോളേജൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് രാജഗിരി കോളേജ് നമുക്കറിയാമല്ലോ, നമ്പർ 1 ആണ് CMI HMR നടത്തുന്ന സ്ഥാപനം. പിന്നെ അത് കഴിഞ്ഞ് ലയോള SJ HMRയുടെ ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്ക് കുറച്ച് ഇൻപുട്ട് കിട്ടുമെന്ന്, കൊച്ചു വളരും എന്നുള്ള കോളേജൊക്കെയാണ് അവരെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ പോകുമ്പോൾ വിശ്വാസത്തിനും എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ, ഈശോയെ കട്ടയ്ക്ക് ചങ്കോടെ സ്നേഹിച്ച് കൂടെ നിർത്തിയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലാകുമായിരുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ഈശോ ഒരു സൂപ്പർമാനാണ്, നമ്മുടെ ചങ്കാണ്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കുന്ന, മടുപ്പില്ലാതെ സ്നേഹിക്കുന്ന, ഒരിക്കലും ഇട്ടേച്ച് പോകാത്ത, നമ്മളെ പഴിക്കത്തില്ല. ഇപ്പോൾ ലോകമൊക്കെ എന്നാ നമ്മൾ അവരെക്കാട്ടിലും കുറച്ചുകൂടി പൊങ്ങണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിച്ച് താഴെ ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പോൾ കുടുംബക്കാരാണെങ്കിൽ മറ്റുള്ളവർ വളരുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് അസൂയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നുമില്ല, അത് കട്ടയ്ക്ക് അങ്ങ് കയറി റോക്കറ്റ് പോലെ കൊച്ചു കുതിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാ? നമ്മുടെ ഈശോ അല്ലേ. അപ്പോൾ ഈ സമയങ്ങളിലായപ്പോൾ എനിക്ക് കുറച്ചുകൂടി, പണ്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പാവപ്പെട്ടവരെ സഹായിക്കണം, ആ വിശ്വാസമാണ്, ആ ആഗ്രഹമാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നത്. പക്ഷേ അതല്ല, അതൊക്കെ സെക്കൻഡറി 3, 4 കർത്താവിൻ്റെ കൂടെ നടന്നാലേ ഈ സംഭവമൊക്കെ കിട്ടൂ. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വിജയത്തിന് എല്ലാത്തിനും കാരണം, ഉദാഹരണത്തിന് BSW പോയപ്പോൾ അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഉണ്ടായിരുന്നു, MSWനും റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ PhDക്കും സ്വീഡൻ യൂണിവേഴ്സിറ്റിയിൽ പോകാനും 3 മാസം അവരുടെ ചിലവിൽ ആ രാജ്യം സന്ദർശിക്കാനും യാത്ര ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം കിട്ടി. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കി ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കൊണ്ട് നമ്മൾ നിൽക്കണമെങ്കിൽ കർത്താവ് വേണം. അപ്പോൾ ആ ഒരു സ്ട്രോങ് വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസം എത്ര നേടിയാലും അത് നാളത്തെ റബ്ബിഷ് ബോക്സിൽ ചവിട്ടുകുട്ടയിൽ പോകേണ്ടതാണ്. അത് അത്രയൊന്നും തരത്തില്ല. ഇന്ന് നമുക്ക് ആയിരിക്കുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പഠിച്ച വല്ല കാര്യങ്ങളാണോ? അല്ലേ, അതിനപ്പുറം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈശോപ്പയെ കൂട്ടുപിടിച്ചാലേ ശരിയാവൂ എന്നുള്ള ഒരു കട്ട വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ വിശ്വാസം എന്നെ ഇതുവരെ എത്തിച്ചു, ഇനി അപ്പുറം എത്തിക്കും. അപ്പോൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഈശോയുടെ മണവും ഗുണവും ഒക്കെ കിട്ടണമെങ്കിൽ അങ്ങേരെ ചേർത്ത് ഒട്ടിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം പ്രാർത്ഥിക്കേണ്ട സമയം ഈശോയോട് കൂട്ടുപിടിക്കാനും കണ്ണിൽ നോക്കി കഥ പറയാനും ഒക്കെ സമയം കൊടുക്കുന്നതിൽ ആനന്ദമാണ്, സന്തോഷമാണ്. ഒത്തിരി വിദ്യാഭ്യാസം കൂടിയത് കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. ദൈവവിളിയെപ്പറ്റി പറയുമ്പോൾ ദൈവം വിളിക്കുന്ന വിളിയാണല്ലോ. അപ്പോൾ സ്വരം നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമുക്ക് ചോയ്സ് ഉണ്ട്, ആ വഴിക്ക് പോകാം അല്ലെ മാറി ചിന്തിക്കാം. പക്ഷെ ദൈവമാണ് അവിടെ പ്രധാനം. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ ബ്യൂട്ടിഫുള്ളായി തോന്നുന്നത് കൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ലൈഫ് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് ലൈഫ് മോശമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രേഡ് ഇത് കൂടി നിൽക്കുന്നു, അങ്ങനെ ചിന്താഗതിയില്ല. എല്ലാ വിളിയും നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാനും ഈശോയുടെ വൈബ് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഈശോയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ലോകത്തെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ നമ്മുടെ കൈയും കാലും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ചിന്തയും ബുദ്ധിയൊക്കെ ഈശോയ്ക്ക് വേണ്ടി അങ്ങ് കൊടുക്കുന്നു. ഈശോയെ നീ എടുത്ത് ഉപയോഗിക്കണം, താക്കോലും നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു, തരുന്നു, നീ എടുത്ത് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ചലിപ്പിക്കാൻ വേണ്ടി സ്വയം വിട്ടുകൊടുക്കുന്ന, ദൈവം ആഗ്രഹിച്ച് വിളിക്കുന്നു, നമ്മൾ സ്വയം കൊടുക്കുന്ന ഒരു വിളിയാണ് ദൈവവിളി. ഈ വിളിയെ പറ്റി സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യം, ഒരു ആഗ്രഹം. ഓക്കെ, കുടുംബജീവിതവും നല്ലതാണ്, സന്യസ്ത ജീവിതവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കും, ഇതിൽ ഏതെടുക്കണം, അതും കൊള്ളാം ഇതും കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ഏതിലാണ് 1% കൂടുതൽ ആഗ്രഹം നിൽക്കുന്നത്,
ഓക്കെ. സന്യസ്ത ജീവിതത്തിൽ ആ ടൈം ടേബിൾ, ആ സ്ട്രക്ചേർഡായിട്ടുള്ള ആ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമാണ്. ഈ കുപ്പായം ഇടുന്നതിൽ, ഈ വസ്ത്രധാരണത്തിൽ നമ്മൾ ഇഷ്ടമാണ്. പ്രെയർ ലൈഫ് ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് അതിനോട് ഒരു ഇഷ്ടം എറിച്ച് നിൽക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. മറ്റതെല്ലാം മോശമാണെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ, അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഇപ്പുറത്ത് കുറച്ചുകൂടി സേഫ് സോണാണ്, ഇവിടെ ജീവിക്കണം, അങ്ങനെയല്ല. അങ്ങനെ വന്നാൽ നമ്മൾ ജീവിക്കില്ല. നമുക്ക് ഇന്ന് കാണുന്ന ഒരു സന്തോഷം, ആനന്ദമാണല്ലോ പ്രധാനം. ആ ആനന്ദം നമുക്ക് കിട്ടില്ല. നമുക്ക് വിമ്മിഷ്ടവും വീർപ്പും മുട്ടലൊക്കെ ആയിരിക്കും. അപ്പോൾ ദൈവമാണ് പ്രധാനം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമേ, ഒരു അധിക വിശ്വാസം ഇല്ലാത്ത, കുടുംബ പ്രാർത്ഥന ചൊല്ലാത്ത, മറ്റ് മതങ്ങളുടെ പിന്നാലെയൊക്കെ പോയി നടന്ന് ഇങ്ങനെ വർഷിപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് ഈശോയെ നീ എന്നെ വിളിച്ചല്ലോ, ഒക്കെ യോഗ്യതയില്ല, എന്നുള്ള കുപ്പക്കുഴിയിലേക്ക് പോകാണ്ട് എന്നെ നീ എടുത്ത് തുടച്ച് മിനിക്ക് മാണിക്യമാക്കുന്നല്ലോ എന്ന് എപ്പോഴും ഒരു നന്ദിയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ സമയവും ദൈവ അനുഭവമാണ്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടം കൊണ്ടാണ്. പല സാധ്യതകളുണ്ടായിരുന്നു, 101 സാധ്യതകളുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ. പക്ഷേ ദൈവം അത് സാധ്യമാക്കി തീർത്തു. അപ്പോൾ ഓരോ നിമിഷവും അനുഭവമാണ്. ഈശോ കൂടെ ഉള്ളപ്പം നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും വളരെ റിച്ചാണ്, സമൃദ്ധമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ചിന്തിക്കുമ്പോൾ വലിയ ആനക്കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ദൈവം ഒരു മരത്തെ നമുക്ക് ഇഷ്ടമുള്ള ആൾ അല്ലെങ്കിൽ ഒരു മുതലാളി വളർത്തുമ്പോൾ തന്നെ ഇഷ്ടം കൂടുമ്പോൾ അതിന് വെള്ളം സമയത്തിൽ കൊടുക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു, ശിഖരങ്ങൾ റോങ് റൂട്ടിൽ പോയാൽ അതിനെ മുറിച്ച് വെട്ടി ഒരുക്കുന്നു. അപ്പോൾ അതിന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ദൈവം കുറേ സാധ്യതകൾ തന്നു, കുറേ അവസരങ്ങൾ പഠിക്കാനും ചേർന്ന് പ്രവർത്തിക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കുറേ ആൾക്കാർക്ക്, എനിക്ക് സോഷ്യൽ വർക്കാണ് വീണ്ടും ഞാൻ പഠിച്ചത്. എൻ്റെ ഇഷ്ടം അങ്ങനെയാണല്ലോ. പണ്ട് കുട്ടിക്കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കണം, അങ്ങനെ ഒരു ഐഡിയയും ഇപ്പം പഠിച്ച പഠനവും ഒക്കെ ചേർത്ത് പ്രോജക്റ്റൊക്കെ എഴുതി അങ്ങനെ ഫണ്ടൊക്കെ മൊബിലൈസ് ചെയ്ത് സർക്കാരിൽ നിന്നും അല്ലാതെയും അങ്ങനെ വീടുകൾ വെച്ച് കൊടുക്കുക. ബാത്റൂം പ്രത്യേകിച്ച് നമ്മൾ ട്രിവാൻഡ്രമൊക്കെ സിറ്റി ഏരിയ ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ഹൈഫൈ ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇടയിലും ചില സാധാരണക്കാരുണ്ട്, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാത്ത. അപ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റാക്കുന്നതിന് വേണ്ടി കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഫീൽഡിൽ കൗൺസിലിംഗ്, സൈക്കോളജി, സൈക്കോതെറാപ്പി ആ ഫീൽഡാണ്, മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ സഹായിക്കുക. അങ്ങനെ കാശ് കൊടുക്കുന്നത് നമ്മുടെ ആ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ NGOയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺഗ്രിഗേഷൻ്റെ തന്നെ ആവേ സോഷ്യൽ സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി അപ്പോൾ കുറേ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴ് മാനസികമായിട്ട് അവരെ സ്ട്രോങ് ആക്കുക, ആത്മീയതയും കർത്താവിനെയും കൊടുത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ ഹോർമോണൽ ചേഞ്ച്, നമ്മുടെ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, സ്ട്രെസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളും ദൈവത്തെയും കൂടി ചേർത്ത് കൊടുത്ത് അവരെ കുറച്ചുകൂടി ഫുൾ ഫ്ലെഡ്ജ്ഡ് ലൈഫിനെ കുറച്ചുകൂടി കളർഫുള്ളാക്കാനും പൊരുതാനുമുള്ള ഒരു ധൈര്യവും കഴിവും പ്രതീക്ഷയും കൊടുക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ.